വലിയ ആവേശത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ. അവിടെ പൂരവിളംബരം നടക്കാൻ പോവുകയാണ്. പൂരപ്രേമികൾ ആ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. സാമ്പിൾ വെടിക്കെട്ട് ഇന്നലെ വലിയ ആവേശമായി മാറിയിരുന്നു, വലിയ വിസ്മയം തീർത്തിരുന്നു. അതിന് പിന്നാലെ ഒട്ടേറെ ആളുകൾ ഇപ്പോൾ പൂരനഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, തുടരാം. ഉന്മേഷ്, ഇപ്പോൾ പടിഞ്ഞാറേ നടക്ക് മുന്നിൽ തൊട്ട് മുന്നിൽ നമ്മൾ എത്തിയിരിക്കുന്നു, ഏറ്റവും ക്ലോസ് ആയി എത്തിയിരിക്കുന്നു. അവിടേക്ക് ഇപ്പോൾ ഇതാ എറണാകുളം ശിവകുമാർ ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പന്തലിലേക്ക് പ്രവേശിക്കുന്നു. എന്തൊരു അഴകുള്ള കാഴ്ചയാണെന്ന് നോക്കൂ. എറണാകുളം ശിവകുമാർ ആ നെറ്റിപ്പട്ടവും അതിന് മുകളിൽ തന്നെ വെഞ്ചാമരവും വർണ്ണക്കുടയും ഒക്കെയായി ഇവിടേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പുമേറ്റി ഇവിടേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പടിഞ്ഞാറ് നടയിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന എറണാകുളം ശിവകുമാർ അകത്ത് കയറി വടക്കുന്നാഥന്റെ അനുമതി, ഈ ഉത്സവത്തിനുള്ള വടക്കുന്നാഥന്റെ അനുമതി വാങ്ങിയ ശേഷം ഒരു തവണ വലം വെച്ച ശേഷം തെക്കേ ഗോപുര നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയായി. അതോടുകൂടി പൂരവിളംബരമായി. അതിനുശേഷം ഈ നിലപാട് തറയിലെത്തി പൂരവിളംബരം നടത്തുന്നു. അതോടുകൂടി ഒരുങ്ങുകയായി 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവം എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ തരത്തിലുള്ള തൃശ്ശൂർ പൂരത്തിനുള്ള തുടക്കമാവുകയായി. ഇനി എല്ലാ പൂരപ്രേമികളും ഈ മണ്ണിലേക്ക്, ശക്തൻ തമ്പുരാന്റെ ഈ മണ്ണിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഇത്തവണ യാതൊരു തരത്തിലുള്ള വിവാദങ്ങളോ പരാതികളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ദേവസ്വങ്ങളും സർക്കാരും ഒക്കെ സ്വീകരിച്ചിരുന്നു. അത് ഫലം കാണുന്നു എന്ന് നമുക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം യാതൊരു തരത്തിലുള്ള പരാതികൾ ആരും പറയുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നില്ല. ആളുകൾക്കൊക്കെ തന്നെ വളരെ കംഫർട്ടബിളായി അവർക്ക് അവരുടെ പൂരം ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇന്നലത്തെ സാമ്പിൾ അതൊരു ഒന്നൊന്നര സാമ്പിളായിരുന്നു ഉന്മേഷ്. കാരണം ഇതുവരെ ഇത്രയും മികച്ചൊരു സാമ്പിൾ കാണാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ സാമ്പിൾ എന്ന് പറയുമ്പോൾ പൂരം വെടിക്കെട്ടിന്റെ ഒരു പകുതിയുടെ പകുതി എന്നൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുക. പക്ഷെ ഒരു മുൻകാലത്തെ പൂരം വെടിക്കെട്ടിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇന്നലത്തെ സാമ്പിൾ. പ്രത്യേകിച്ച് പാറമേക്കാവിൻ്റെത് അതിഗംഭീരമായിരുന്നു. ഇന്നലെ മന്ത്രി വി എസ് സുനിൽകുമാർ, മുൻമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞത് തൻ്റെ കുട്ടിക്കാലത്തൊക്കെയാണ് ഇത്ര മികച്ച വെടിക്കെട്ട് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അത്ര മികച്ചതായിരുന്നു ഇന്നലത്തെ സാമ്പിൾ. അപ്പോൾ സാമ്പിൾ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പൂരം വെടിക്കെട്ട് എന്നുള്ളത് നമുക്ക് പറയേണ്ടതില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കാം. ഉന്മേഷിന്റെ ആരാധകർ ചിലരെ ഇവിടെ കണ്ടിരുന്നു. ഉന്മേഷ് പൂരത്തിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉന്മേഷ് പൂരത്തിന് വരുന്നുണ്ടോ? നിഖിൽ, ഇവിടുത്തെ ഒരു സാഹചര്യം അറിയാമല്ലോ. നമ്മൾ ഇവിടെ നിന്ന് പൂരം ആസ്വദിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇത്തവണ അതുപോലെ തന്നെയാണ് നിഖിൽ. ഓക്കെ, എന്തായാലും അവിടെ നിന്നുകൊണ്ട് പരമാവധി കാഴ്ചകൾ ആസ്വദിക്കുക ഉന്മേഷ്. സത്യത്തിൽ ഇവിടെ വന്നു നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ഭംഗി അത് എത്രത്തോളമാണെന്ന് നമുക്ക് വിവരിക്കാൻ പോലും പറ്റാത്തതാണ്. എന്തായാലും ഇതാ പടിഞ്ഞാറേ നടയിലേക്ക് എത്തുകയായി എറണാകുളം ശിവകുമാർ. നോക്കൂ, ആ ആൾക്കൂട്ടം, ആ ആളുകളുടെ ഒരു തിങ്ങി നിറഞ്ഞുള്ള അതിനിടയിലൂടെ ആ കൊമ്പൻ നടന്നു വരുമ്പോൾ ഒരു അഴക് ഒന്ന് നോക്കൂ. ഒരു പക്ഷേ ഇതിനു മുൻപ് നമ്മൾ ഇത്രമേൽ ആരാധകരെ കണ്ടിട്ടുള്ളത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. അതിനുശേഷം ഒരുപക്ഷെ ഇത്രയധികം ആളുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആന എന്നുള്ള നിലയ്ക്ക് എറണാകുളം ശിവകുമാർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തങ്ങൾക്ക് സ്വന്തമായ ഒരു ആനയുള്ളപ്പോൾ അതിനെ തന്നെ ഈ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റാൻ തിരഞ്ഞെടുക്കാമെന്നുള്ള കാരണം അത് തന്നെയായിരിക്കണം. എന്തായാലും വലിയ ആൾക്കൂട്ടത്തിന് നടുവിലൂടെ എങ്ങനെ കടന്നു വന്ന ഒരു അല്പസമയം തള്ളിയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ തന്നെ ദേവസ്വം ബോർഡൊക്കെ കരുതിയേക്കാൾ ഒരു അല്പസമയം നീങ്ങിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം, ഇനി അധികം വൈകാതെ തന്നെ തെക്കേ ഗോപുരം നട തുറന്ന് എല്ലാവരും കാത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയിലേക്ക് പോകാൻ ഇനി മിനിറ്റുകളുടെ